നമ്മളെ എതിർക്കാൻ കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല അവർക്ക്. എന്ത് ചെയ്ത് എല്ലാ റോഡും നന്നാക്കിയാൽ ഒരു റോഡും നന്നാക്കില്ല. എല്ലാവർക്കും വീട് കൊടുത്താൽ അതാ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്ത് തമിഴ്നാടിന്റെ ബോർഡറിൽ കിഴക്കോട്ട് പോകുന്ന റോഡ് വലത്തോട്ട് തിരിയുന്നിടത്ത് ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി താമസാക്കിയതാ. ഇവരെ വർത്താനം കണ്ടോ ശരി എല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാം കൊടുത്തിട്ട് എപ്പോഴെങ്കിലും തീരാൻ പോകണ്ടോ? ആ ഒരെണ്ണം എവിടെയാണ് എന്ന് തപ്പുണ്ട്. എല്ലാ റോഡ് നന്നാക്കിയാൽ എഡ്ജായി എന്ന് പറയും. എന്തായാലും എനിക്ക് റോഡ് നന്നാക്കിയാൽ എഡ്ജ് പൊന്തൂലേ? അത് നന്നാക്കാൻ 2 ദിവസം പിടിക്കൂലേ? അപ്പൊ ആ എഡ്ജിന്റെ അവിടെ ഈ എഡ്ജ് കണ്ടില്ലേ നിങ്ങൾ? ഈ എഡ്ജിന്റെ അപ്പുറത്ത് കൂടെ ഒരു മോട്ടോർ സൈക്കിൾ ഇറങ്ങി കീപ്പൊട്ടിക്ക് പോയാൽ എന്താണ് സംഭവിക്കുക? കാനുണ്ടാക്കി അപ്പൊ തന്നെ അത് മൂടുവോ? ഇല്ലല്ലോ. കാനുണ്ടാക്കി ഒന്ന് ഉണങ്ങണ്ടേ? എന്നിട്ട് വേണ്ട ഒന്ന് മൂടാൻ. മനോരമയ്ക്ക് അത് വേണ്ട. ഉണങ്ങരുത്, മൂടൂ. നോക്കി നിങ്ങള് കേരളത്തിന്റെ സ്ഥിതി അത്. പക്ഷെ വസ്തുത എപ്പുറത്താ കിടക്കണേ? ഏത് മേഖലയിലാ പുരോഗതി ഉണ്ടാവാതെ പോയത്? ഏത് മേഖലയിലാണ് നമുക്ക് വളർച്ച ഉണ്ടാവാതെ പോയത്? എല്ലാ മേഖലയിലുമുള്ള ഒരു വളർച്ചയുടെ കാലമല്ലേ? എല്ലാ മേഖലയിലും കേരളം വളരുകയാണ്. നമ്മുടെ ഈ 2ാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ CPM-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്, ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്. ആ പ്രമേയത്തിന്റെ അവസാനത്തിൽ CPM പറഞ്ഞു, ഈ 2ാമത് കിട്ടിയ അധികാരത്തെ, കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ, ഇപ്പോ കേരളത്തിൽ താഴെ ഇടത്തരക്കാരന്റെ ജീവിതമാണ് മെച്ചപ്പെട്ടത്. താഴെ ഇടത്തരക്കാരുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ പറഞ്ഞെന്താ? ആ താഴെ ഇടത്തരക്കാരന്റെ ജീവിതത്തെ ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് തുല്യമായ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാനാണ് 5 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ജനങ്ങൾക്ക് വലിയ വാഗ്ദാനം. അത് നിലവിലുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റാ. ഓരോന്നിന്റെയും നമ്മൾ കുറെ മേഖലയിൽ അങ്ങ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതിന്റെ മികച്ച വളർച്ചയാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. പൊതുമേഖലയെ തകർക്കുക എന്നത് അടിസ്ഥാനപരമായി വലിയ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കൽ മാത്രമാണ്. സാധാരണ ജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളുടെയും നിഷേധമാണ്. അത് വ്യാപൃതമായിട്ട് ഇപ്പോൾ നടക്കുകയാണ് ഇന്ത്യയിലെ BJP ഭരണത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും തീവ്രമായ സ്വകാര്യവൽക്കരണത്തിന്റെ, പൊതുമേഖലയുടെ തകർച്ചയുടെ, കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഒരു വല്ലാത്ത ഘട്ടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സാമാന്യ ജനത്തിന്റെയും ഗുണം കിട്ടുന്നുണ്ടോ? സമ്പദ്ഘടനയ്ക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നുണ്ടോ? സമ്പദ്ഘടന ഇന്ത്യയിൽ വളരുന്നുണ്ടോ? വലിയൊരു പ്രഖ്യാപനങ്ങൾ നമുക്ക് അടുത്ത കാലത്തൊക്കെ നടത്തിക്കൊണ്ട് 8% GDP നിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്നായിരുന്നു. GDP വർദ്ധിച്ചുകൊണ്ട് സാധാരണക്കാരന് ഗുണമൊന്നുമില്ല. GDP വളർന്നിരിക്കുന്നു പറഞ്ഞാൽ പീഡിയ ചെന്ന വല്ലതും കിട്ടുമോ? GDP-യുടെ വിതരണവും വിനിമയവും സംബന്ധിച്ചുള്ള വിഷയമുണ്ട്. GDP വളർച്ചയുടെ ഗുണഭോക്താവ് കോർപ്പറേറ്റ് മുതലാളിയാ. അവരുടെ GDP ആണ് വളരുന്നത്, നമ്മളുടെ അല്ല, സാധാരണക്കാരൻ്റെ അല്ല. എന്നാലും അവരുടെ GDP വളരെ വേഗത്തിൽ വളരുന്ന ഉയർന്ന വരുമാനമുള്ള ഒരു വളർച്ചയുള്ള രാജ്യമായിട്ട് ഇന്ത്യനെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കൊല്ലത്തെ സ്ഥിതി ഇപ്പം എന്താ? 8% ഉണ്ടായിരുന്ന GDP വളർച്ച കഴിഞ്ഞ 3 വർഷമായിട്ട് ക്രമപ്രബുദ്ധമായി ചുരുങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനമായപ്പോൾ 5.6% ചുരുങ്ങിയിരിക്കുക. GDP ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിൽ 1%, 2% GDP വർദ്ധിച്ചാൽ തന്നെ അമേരിക്കൻ GDP 2% വർദ്ധിച്ചാൽ മതി. കാരണം അത്രയും വലുതാണത്. എന്നാൽ ഇന്ത്യയിലോ 12% വർദ്ധിക്കണം. അപ്പോൾ ആ മികച്ച അതിൻ്റെ ഒരു ഗുണം സാധാരണക്കാരന് കിട്ടുള്ളൂ. അത് 8-ലെത്തുന്നായിരുന്നു. 5.6 ചുരുങ്ങിയിരിക്കുകയാണ്. വല്ല സാമ്പത്തിക വളർച്ച ഉണ്ടാവുണ്ടോ? പണപ്പെരുപ്പ് നോക്കൂ നിങ്ങൾ. പണപ്പെരുപ്പ് നിരക്ക് 5%-ന്റെ അടുത്തേക്ക് എത്തി. 4% മുകളിൽ പണപ്പെരുപ്പ് നിരക്കുണ്ടെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും ആനുകൂല്യത്തിന്റെ മികവ് കിട്ടുമോ? ഇല്ലല്ലോ. വളർച്ചയുടെ മികവ് സാധാരണക്കാരന് കിട്ടില്ല. വിലക്കയറ്റവും കൊണ്ടുപോകും. വിലക്കയറ്റത്തിന്റെ പട്ടികയിലേക്ക് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 20%-ന്റെ വിലക്കയറ്റ വർധനവിനെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില ഗോതമ്പിന് 53, അരിക്ക് 43, ഉരുളക്കിഴങ്ങിന് 56, പിന്നെ ഉള്ളിക്ക് 42. ശതമാനം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പച്ചക്കറി 35. ഏതെങ്കിലും നിത്യോപയോഗ സാധനത്തിന്റെ വില കുറയുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശമ്പളം കുറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ലോകത്ത് സാധാരണ മനുഷ്യന്റെ വരുമാനത്തിൽ വർധനവേ ഉണ്ടാവുന്നില്ല, ശമ്പളം എന്നുള്ള നിലയിൽ ആകെ പരിശോധിക്കുമ്പോൾ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ലോകത്തിന്റെ പ്രയാസമാണ്. ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഈ തീവ്ര സ്വകാര്യവൽക്കരണം, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മുന്നേറ്റത്തെ പരിപൂർണമായി തകർത്തിരിക്കുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിലക്കയറ്റം, പണപ്പെരുപ്പം, സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പ്,
അതിന്റെ ഭാഗമായിരിക്കുന്ന തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ ഗ്രാമീണ മേഖലയിൽ, നഗരമേഖലയിൽ എല്ലാ തൊഴിലില്ലായ്മയും വർദ്ധിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ആകട്ടെ അതിന്റെ ധനനിക്ഷേപത്തിന്റെ മുൻഗണനകളിൽ പെട്രോളിയം സബ്സിഡി വെട്ടിക്കുറക്കുന്നു, ഭക്ഷ്യധാന്യങ്ങൾക്കുള്ള ഫുഡ് സബ്സിഡി വെട്ടിക്കുറക്കുന്നു, എഡ്യൂക്കേഷൻ സബ്സിഡി വെട്ടിക്കുറക്കുന്നു, ആരോഗ്യമേഖലക്കുള്ള ചെലവ് വെട്ടിക്കുറക്കുന്നു, MNREGക്കുള്ള നീക്കിയിരിപ്പ് വെട്ടിക്കുറക്കുന്നു. എങ്ങനെയാണ് സാധാരണക്കാരൻ ജീവിക്കുക? ഈ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന ആപത്കരമായ ഒരവസ്ഥയാണ്. എപ്പോഴും വലിയ ഒരു സാമ്പത്തിക തകർച്ചയുടെ മുന്നിലാണ് നാം നിൽക്കുന്നത്. ഇപ്പൊ ലോക സമ്പദ്ഘടനയും ലോക സാമ്പത്തിക സ്ഥിതിയൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണാൻ കഴിയും. അതിനും കൂടി ഭാഗമാണത്. ആഗോളവൽക്കരണ നയങ്ങളുടെ പൊതു അനുഭവമായിട്ട് ഇതിപ്പോ മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് വലിയ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. കേരളത്തിൽ നിങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു പ്രവർത്തനം നന്നായിട്ട് ഈ പൊതുമേഖലയെ മികവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു പ്രതിരോധ സമരത്തിന്റെ ആയുധമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിന്റെ വലതുപക്ഷ നയം അവിടെ കേന്ദ്രത്തിൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കിട്ടിയതിനെ ഏറ്റവും മികവോടുകൂടി, കാരണം ഇവിടെ പൊതുമേഖലയെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നയം കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ച് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിൽ എത്തിക്കുക എന്ന കേരള ഗവൺമെന്റിന്റെ പൊതു കാഴ്ചപ്പാടിനെ നല്ല നിലയിൽ വിജയിപ്പിക്കുക എന്നത് രാജ്യത്തിന്റെ ദേശീയ തലത്തിൽ ഇപ്പൊ ജനവിരുദ്ധമായി സ്വീകരിക്കുന്ന സാമ്പത്തിക നയത്തെ പ്രതിരോധിക്കാനുള്ള കരുത്തുറ്റ ആയുധം തന്നെയാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ ഏത് ഗ്യാതറിങ് നമ്മളിങ്ങനെ കൂടിയിരുന്നാലും നമ്മളെല്ലാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന ഒരു വിഷയം, എല്ലാവരും നമ്മൾ ഇതിനെതിരെ ചർച്ച ചെയ്യുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള വിദ്വേഷ രാഷ്ട്രീയ പ്രചരണം നടക്കുകയാണ്. എന്താ നടക്കുന്നത്? വലിയ തോതിലുള്ള വർഗീയവൽക്കരണത്തിന്റെ അന്തരീക്ഷം. എല്ലാവരുടെ മനസ്സിലും വീക്ഷണത്തിലും വർഗീയത തള്ളിക്കറി നിൽക്കുക. ഞാൻ അവൻ എന്ന അപരബോധത്തിലാണ് നമ്മൾ ആളുകളെ കാണുന്നത്. ഇതുപോലെ ആളിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ ഏത് മതമാണ് സംസാരിക്കുമ്പോഴേ അടുത്ത മതത്തിലൊരു പേരിന്റെ അടയാളം ഉണ്ടാവും, ചിഹ്നം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങളുടെ ആളുകൾ എന്ന് പറയാം. നിങ്ങളുടെ ആളുകൾ അങ്ങനെയാണ്. എത്ര ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ആളുകൾ അങ്ങനെ, ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധത്തിലേക്ക് വർഗീയതയെ അങ്ങോട്ട് താഴോട്ടിറക്കി വെച്ചിരിക്കുന്നത്. എല്ലാറ്റിനെയും വർഗീയമായ വീക്ഷണത്തോടുകൂടി കാണുക, ഒരു രക്ഷയില്ല. പണ്ട് ഇവിടെ ഘോഷയാത്ര നടത്തുമ്പോൾ അഡ്വാനി പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ഒരു പള്ളി പൊളിച്ചൊരു അമ്പലം ഉണ്ടാക്കിയോണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? ഒരു പള്ളി പൊളിച്ചോട്ടെ, വേറൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടെ ശ്രീരാമേന്ദ്രന് അമ്പലേ ഇല്ല, ഒരു പള്ളി പൊളിച്ച് ഞങ്ങളൊരു അമ്പലം ഉണ്ടായിക്കോട്ടെ കേട്ടാ. ഇത്രയും നല്ലൊരു മാന്യണ്ടോ? പൊളിക്കട്ടാ, സൃഷ്ടിക്കല്ല. ആ ഒരെണ്ണം പൊളിച്ചു. അപ്പൊ നമ്മൾ നിയമം പാസാക്കി, ഇനിയൊന്നും അനക്കരുത്. അപ്പൊ ഞങ്ങൾക്കൊരു 3 കിട്ടിയാൽ മതി. ഏത്? ആ മധുര, കാശി, ആ 3 കിട്ടിയാൽ ആദ്യം 1, ഇപ്പൊ 3, പിന്നെന്താ സ്ഥിതി? 30,000 അത്രേ. ഇനി അത് കൂടുതൽ എനിക്ക് പറയാൻ വയ്യ. ഈ പള്ളിയെല്ലാം കൂടി പൊളിച്ച് അമ്പലാക്കുമ്പോഴേക്കിന് കാലത്ര പിടിക്കും. ഒരു സമൂഹം ചർച്ച ചെയ്യാണല്ലോ, ഒരു സമൂഹത്തിലെ മുഖ്യമായ ചർച്ചയാണല്ലോ. ഓരോ ദിവസവും രാവിലെ ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവൻ ഒരു അപേക്ഷ ഒരു 2ാം ക്ലാസ് മജിസ്ട്രേറ്റിന് കൊണ്ടേ കൊടുക്കുക. മജിസ്ട്രേറ്റ് പറയാണ്, ഇപ്പൊ അവിടെ ആ സംഭവം ഉണ്ടായില്ലേ, മജിസ്ട്രേറ്റിന്റെ അടുത്ത് കള്ളാസുണ്ട്. മജിസ്ട്രേറ്റ് എന്താ പറയുന്നത്? മജിസ്ട്രേറ്റ് പറയാണ്, വക്കീലെ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കിന് അവിടെ പോയിട്ട് ആ പള്ളിക്കുള്ള സ്ഥലം അമ്പലമായിരുന്നു നോക്കി വരണ്ട. വക്കീല് നേരെ പോകുന്നു. ഒരു പള്ളി അമ്പലമാണ് എന്ന് കണ്ടെത്താൻ ഈ വക്കീലിന് എന്തെങ്കിലും അസാധാരണമായ കഴിവുണ്ടോ? പോയി വൈകുന്നേരം ആകുമ്പോഴേക്കിന് പള്ളി ഇന്ന സ്ഥലത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് വക്കീല്. വൈകുന്നേരം വർഗീയ കലാപം തുടങ്ങി, വെടിവെപ്പ് തുടങ്ങി, ആൾക്കാർ മരിക്കാൻ തുടങ്ങി, കലാപമായി. എത്ര എളുപ്പത്തിലൊരു കലാപം ഉണ്ടാവുന്നത്? ഒരു മജിസ്ട്രേറ്റ് ഓടി വന്നിരുന്ന് ഒരു കലാപം ഉണ്ടാവില്ലേ? ഇന്ത്യയുടെ സുപ്രീം കോടതി നോക്കും നിങ്ങൾ. സുപ്രീം കോടതി എങ്ങനെയാ? സുപ്രീം കോടതിയുടെ വിധികളിലേക്ക് നോക്കൂ നിങ്ങൾ. ആർക്ക് ഗുണം കിട്ടുന്ന വിധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലതും. എത്ര അപകടകരമായിരിക്കുന്നു ഇപ്പോ. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടോ? സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണോ? വർഗീയ മനോഭാവവും വർഗീയ അന്തരീക്ഷവും അതിന്റെ സംഘർഷഭരിതമായ പൊതുസ്ഥിതിയുടെയും എണ്ണത്തിലും അളവിലും വലിയ വർധനവുണ്ടാകുന്ന സ്ഥിതി വന്നുയർന്നിരിക്കുകയാണ്. ന്യൂനപക്ഷക്കാരനാണെങ്കിൽ വീട്ടിന്റെ മേലെ കൂടെ ബുൾഡോസർ ഓടിക്കുകയല്ലേ? സുപ്രീം കോടതി തന്നെ പറയല്ലേ? എന്താ രാജ്യത്തിന്റെ പൊതുസ്ഥിതി? എല്ലാം വർഗീയവൽക്കരിച്ചു കഴിഞ്ഞില്ലേ? വർഗീയതയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചപ്പെടോ? മൗലിക അവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും തറക്കപ്പെടില്ലേ? അമിതാധികാരത്തിന്റെ സ്വരം എത്ര ശക്തമായിട്ടാണ് വരുന്നത്?
ഏതെല്ലാം കോണുകളിൽ നിന്ന് വരികയാണ്? പാർലമെന്റിനകത്തുനിന്ന് വരുന്നു. പാർലമെന്ററി സംവിധാനത്തിന്റെ അധ്യക്ഷൻ തന്നെ, അധ്യക്ഷൻ ഇപ്പൊ നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, അധ്യക്ഷൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കല്ലേ? ഇതിനുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, ഭരണപക്ഷത്തിന് മാത്രം സംസാരിക്കാൻ അനുവാദം കൊടുക്കുക. അതും പോരാഞ്ഞിട്ട് പ്രതിഷേധം വരുമ്പോ നേരെ സഭാധ്യക്ഷൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ഭരണപക്ഷത്തിന് വേണ്ടി സംസാരിക്കും. ഇതിന്റെ മുമ്പായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എവിടെ എത്തി? തീവ്രവർഗീയത ഒരു ഭാഗത്ത്, അമിതാധികാരത്തിന്റെ എല്ലാ കരുത്തും വേറൊരു ഭാഗത്ത്. ഒട്ടേറെ സംഭവങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചു, നമ്മൾ കണ്ടു. UAP ഉപയോഗിക്കുന്നതിലെ സെലക്റ്റീവായ സമീപനം നമ്മൾ കണ്ടു. പാർലമെന്ററി സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ പുതുരൂപങ്ങൾ കണ്ടു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പുതിയ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോവുകയാണ്. ഓരോ തീരുമാനങ്ങളും നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തകർക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിന്റെ, പാർലമെന്ററി സംവിധാനത്തിന്റെ എല്ലാം അടിത്തറ തകർക്കപ്പെടുകയല്ലേ. ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത് എവിടെയാ? സാമൂഹ്യ തുല്യത രൂപപ്പെടുമ്പോഴാണ്. എല്ലാ മനുഷ്യനും ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ ലഭ്യമാകുമ്പോഴാണ് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക. അതിവിടെ ഉണ്ടപ്പോ ഇവിടെ സംഭീതമായ ഒരു കാലമാണ്. വലിയൊരു സാമ്പത്തിക തകർച്ച, അതിനപ്പുറത്തേക്ക് നിത്യജീവിതത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന്റെ പ്രതിഫലനങ്ങൾ, അതിനുമപ്പുറത്ത് തീവ്രവർഗീയത, അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തിനെ ആകെ അതിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന അതിഭീതിജനകമായ സാമൂഹ്യ അവസ്ഥ. ഇതിന്റെ മുന്നിലാണ് ജീവിതം എന്ന് തിരിച്ചറിവില്ലാതെ വിഷയങ്ങളെ സമീപിക്കാൻ പോയാൽ അതുണ്ടാക്കുന്ന അത്യാപത്ത് വളരെ വലുതായിരിക്കും എന്ന ജാഗ്രതപ്പെടുത്തൽ ഏത് ഒത്തുചേരലിനിടയിലും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ അളവും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്ത് റോഡിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോകാൻ പറ്റുമോ? മണിപ്പൂരിൽ എത്രയോ മാസമായി റോഡ് അപ്പുറം കിടക്കാൻ പറ്റില്ല. നടുക്ക് 3 തരം പോലീസിനെ വെച്ചിരിക്കുക. പട്ടാളം ഒരു ഭാഗത്ത്, ആസാം പോലീസ് വേറൊരു ഭാഗത്ത്, അവിടുത്തെ പോലീസ് വേറൊരു ഭാഗത്ത്, CRP വേറൊരു ഭാഗത്ത്, ഇങ്ങനെ വെച്ചിരിക്കുക. റോഡാണ് മുറിച്ചു കടന്ന സംഗതി കൊണ്ട് തീരും. റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കുക അപ്പുറത്തേക്ക്. റോക്കറ്റ് ലോഞ്ചർ ഇവിടെ ഒരേ നാട്ടില് രണ്ട് രാഷ്ട്രം പോലെയാണ്. ഇസ്രായേലും പലസ്തീനും എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നത്. എന്ത്? മോഹൻ ഭഗവത് RSS സർസംഘചാലക്കായപ്പോ ഒരു പദ്ധതി ഇറക്കാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി. അവിടത്തെ ഒരു ജാതിയിലും മതത്തിലും ഒന്നും പെടാത്ത, അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ജീവിത രീതിയുള്ള വടക്കുകിഴക്കൻ മേഖലയിലേക്കുള്ള RSS വിന്യാസം എന്ന മോഹൻ ഭഗവതിന് ശേഷന്റെ കാര്യപരിപാടി അദ്ദേഹം അധ്യക്ഷനായതിനു ശേഷം RSS സർസംഘചാലക് ആയതിനു ശേഷം തയ്യാറാക്കിയ കാര്യപരിപാടി പ്രാവർത്തികമാക്കിയതിന്റെ ദുരിതം നമ്മുടെ നാട് എങ്ങനെയാണ് അനുഭവിക്കുന്നത് നോക്കൂ. അവരുടെ നിയന്ത്രണത്തിലാണ് രാജ്യം എന്ന് വരുമ്പോഴോ എത്ര അപകടകരമാണെന്ന് നോക്കൂ. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തോൽപ്പിക്കണം, അതിനെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള കാര്യത്തിലും നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ രാവിലെ സഖാവ് പിണറായി കേരളത്തെക്കുറിച്ച് നല്ല വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളം എന്നത് ഒരു സമാധാനമാണ്. അതിൽ പഠിക്കേണ്ട കാര്യമില്ല. വർഗീയ സംഘർഷം ഉണ്ടാവില്ല, വിദ്വേഷ രാഷ്ട്രീയം ഉണ്ടാവില്ല. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണം എന്താ? സാമൂഹ്യ തുല്യത എന്നത് ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ, ഒരു പാർപ്പിടം 49.5% ആൾക്കാർക്ക് അതില്ലാത്തപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും പാർപ്പിടം കൊടുത്തിരിക്കുക. എല്ലാവർക്കുമാണ്. വലിയ മാറ്റല്ലേ? വലിയ മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. സാമൂഹ്യ തുല്യതയുടെ ഒരു അന്തരീക്ഷം. 100% കുട്ടികളും 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 10ാം ക്ലാസ് പോയിട്ട് വരും. ഇതില്ല, നമ്മുടെ കൊഴിഞ്ഞുപോക്കില്ല, ഡ്രോപ്പ് ഔട്ട് ഇല്ല. കേരളത്തിന്റെ പ്രത്യേകതയാണ്. നടന്നു പോകുന്നിടത്ത് ഏറ്റവും മികച്ച ഒരു സ്കൂൾ സംവിധാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ചത്. എന്താ US പ്രശ്നം? എന്താ റൈറ്റ് വിങ് പൊളിറ്റിക്സ്? വലതുപക്ഷ രാഷ്ട്രീയം വരുന്നതിന്റെ ഏറ്റവും വലിയ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് എന്താ? പ്രാഥമിക ജീവിത സൗകര്യങ്ങൾ പാവപ്പെട്ടവില്ല. നല്ല സ്കൂളിലേക്ക് വെള്ളക്കാരന്റെ കുട്ടി പോണില്ല. അമേരിക്കയിൽ എന്താ ട്രംപ് ഉപയോഗിച്ചത്? ട്രംപ് കാർഡ് എന്താ? നല്ല സ്കൂൾ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യമാണ്. നല്ല സ്കൂളാർക്കാ? എസ്പാനിയൻസിനാണ്. നല്ല സ്കൂളാർക്കാ? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ബ്രൗൺസിനാണ്. നല്ല സ്കൂളാർക്കാ? കുടിയേറ്റക്കാരനാണ്. വെള്ളക്കാരനുണ്ടോ? ഇല്ല. കാരണം ഏറ്റവും തരം താണതാണ് അവിടുത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം. ഏറ്റവും താഴെ. മറ്റോ കാശ് കൊടുത്ത് നല്ല സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളക്കാരൻ തൊഴിലാളിയുടെ കുട്ടി ഈ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് ട്രംപ് ആദ്യം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയായിട്ട് ഉയർത്തിയത്. അത് യൂറോപ്പിൽ ബാധകമാണ്, അമേരിക്കയിൽ ബാധകമാണ്, എല്ലായിടത്തും ബാധകമാണ്.
എന്നാൽ ഈ കേരളത്തിലോ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് പിണറായി വിജയന്റെ ഒന്നാം ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ചരിത്രത്തിന്, ഈ ലോകത്തിന് നമ്മൾ നൽകിയ സംഭാവന. ചില്ലറ കാര്യമില്ലത്. അതിന് ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റാ. നമ്മളെ എതിർക്കാൻ കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല അവർക്ക്. എന്ത് ചെയ്ത് എല്ലാ റോഡും നന്നാക്കിയാൽ ഒരു റോഡും നന്നാക്കില്ല അവർ. എല്ലാവർക്കും വീട് കൊടുത്താൽ അതാ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്ത് തമിഴ്നാടിന്റെ ബോർഡറിൽ കിഴക്കോട്ട് പോകുന്ന റോഡ് വലത്തോട്ട് തിരിയുന്നിടത്ത് ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി താമസാക്കിയതാ. ഇവരെ വർത്താനം കണ്ടോ ശരി എല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാം കൊടുത്തിട്ട് എപ്പോഴെങ്കിലും തീരാൻ പോണ്ടോ? ആ ഒരെണ്ണം എവിടെയാണ് എന്ന് തപ്പുണ്ട്. എല്ലാ റോഡ് നന്നാക്കിയാൽ എഡ്ജായി എന്ന് പറയും. എന്തായാലും എനിക്ക് റോഡ് നന്നാക്കി ഒരു എഡ്ജ് പൊന്തൂലേ? അത് നന്നാക്കാൻ 2 ദിവസം പിടിക്കില്ലേ? അപ്പൊ ഈ എഡ്ജിന്റെ അവിടെ ഈ എഡ്ജ് കണ്ടില്ലേ നിങ്ങൾ? ഈ എഡ്ജിന്റെ അപ്പുറത്ത് കൂടെ ഒരു മോട്ടോർ സൈക്കിൾ ഇറങ്ങി കീപ്പൊട്ടിക്ക് പോയാൽ എന്താണ് സംഭവിക്കുക? കാനുണ്ടാക്കി അപ്പൊ തന്നെ അത് മൂടുവോ? ഇല്ലല്ലോ. കാനുണ്ടാക്കി ഒന്ന് ഉണങ്ങണ്ടേ, എന്നിട്ട് വേണ്ട ഒന്ന് മൂടാൻ. മനോരമയ്ക്ക് അത് വേണ്ട. ഉണങ്ങരുത്, മൂടൂ. നോക്കി നിങ്ങള് കേരളത്തിന്റെ സ്ഥിതി അത്. പക്ഷെ വസ്തുത എപ്പുറത്താ കിടക്കണേ? ഏത് മേഖലയിലാ പുരോഗതി ഉണ്ടാവാതെ പോയത്? ഏത് മേഖലയിലാണ് നമുക്ക് വളർച്ച ഉണ്ടാവാതെ പോയത്? എല്ലാ മേഖലയിലുമുള്ള ഒരു വളർച്ചയുടെ കാലമല്ലേ? എല്ലാ മേഖലയിലും കേരളം വളരുകയാണ്. സാമൂഹ്യമായി, സാമ്പത്തികമായി, സാമൂഹ്യ തുല്യതയിൽ, വികസനത്തിൽ എല്ലാം തന്നെ കേരളം ഇവിടുത്തെ സമീപനം. എന്താ സമീപനം? നമ്മുടെ ഈ 2ാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ CPM-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്, ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്. ആ പ്രമേയത്തിന്റെ അവസാനത്തിൽ CPM പറഞ്ഞു, ഈ 2ാമത് കിട്ടിയ അധികാരത്തെ, കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ, ഇപ്പോ കേരളത്തിൽ താഴെ ഇടത്തരക്കാരന്റെ ജീവിതമാണ് മെച്ചപ്പെട്ടത്. താഴെ ഇടത്തരക്കാരുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. നമ്മൾ പറഞ്ഞെന്താ? ആ താഴെ ഇടത്തരക്കാരന്റെ ജീവിതത്തെ ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് തുല്യമായ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാനാണ് 5 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ് നമ്മൾ പറയുന്നത്. ജനങ്ങൾക്ക് ഈ വാഗ്ദാനം. അത് നിലവിലുള്ള നമ്മുടെ സംവിധാനങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെന്റാ. ഓരോന്നിന്റെയും നമ്മൾ കുറെ മേഖലയിൽ അങ്ങ് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതിന്റെ മികച്ച വളർച്ചയാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും സമയപരിമിതി മൂലം കടന്നു പോകുന്നില്ല. ഇവിടെ നടക്കണെന്താ? ഇവിടെ നടക്കുന്നത് ഈ നിലയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ പൂർണ്ണമായി ടാർണിഷ് ചെയ്യാനുള്ള പ്രവർത്തനം. അതാണ് നടക്കുന്നത്. ഗവൺമെന്റിന്റെ ഒരു നേട്ടത്തെയും ഇവരെ അംഗീകരിക്കില്ല. ഞാനിപ്പോ ഈ മഴക്കാലത്ത് ഒരു ചാനലുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുക റോട്ടിലെ കുഴിയെണ്ണാൻ. ഒരു ചാനലുകാരൻ അവിടെ കുഴി എണ്ണി അദ്ദേഹം ഇങ്ങനെ പോരിന്റെ വലത്തു ഭാഗത്ത് 650 കിലോമീറ്റർ നീളത്തിൽ ഒരു 6 വരി പാത, അതിന്റെ അങ്ങേപ്പുറത്ത് 2 വരി സർവീസ് റോഡ്. 650 കിലോമീറ്റർ നീളത്തിൽ 6 വരി പാതയും ആ 6 വരി പാതയ്ക്കും സർവീസ് റോഡുമുള്ള ഒരു ദേശീയപാത ഇന്ത്യ രാജ്യത്ത് എവിടെയും ഉണ്ടാക്കിയിട്ടില്ല. എവിടെയുമില്ല. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോകുന്ന ആളാ. ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല സർവീസ് റോഡ് ഇത്രയും പൂർണ്ണമായിട്ട്. ഈ 650 കിലോമീറ്ററിലും പൂർണ്ണമായി സർവീസ് റോഡ്, ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തുമുള്ള 8 വരിയായി. അങ്ങനെ ഒരു റോഡ് ഇന്ത്യയിൽ എവിടെയും ദേശീയപാത അതോറിറ്റി ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലാണത്. എത്ര വേഗത്തിലാണത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്? 150 കിലോമീറ്റർ വേഗതയിലാണ് അതിലെ കാറ് പോവുക. മനസ്സിലാക്കാൻ 150 കിലോമീറ്റർ വേഗതയിൽ കാറാണ് പോവും. കണ്ണൂരിൽ നിന്ന് K. സുധാകരൻ ആ കാറ് കയറിയാൽ 1 മണിക്കൂർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ കയറ്റാം. അവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ മറ്റേ പറവൂരിന്ന് സതീശനെ കയറ്റാം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലേനെ കയറ്റാം. 4 ആളും കയറ്റിയിട്ട് 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് കറുത്ത കാറിൽ സഞ്ചരിക്കുന്ന പിണറായി വിജയനെ കണ്ട് വെളുക്കേ ചിരിക്കാനുള്ള അവസരം അവർക്ക് കിട്ടും. അതാണ് സ്ഥിതി. വളർച്ചയല്ലേ? ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അതിങ്ങനെ വരുന്ന കാണുമ്പോഴേ നെഞ്ഞിങ്ങനെ ഇട്ട് എത്തുമ്പോ കൂടി എന്റെ വണ്ടി പോയാലോ എന്നാണ് സതീശനെ ആലോചിക്കുന്നത്. ഈ വണ്ടിയിലെ കാറ് പോയാലേ കേരളത്തിലാണ് ഒന്നും നടക്കൂല്ലോ. കേരളത്തിൽ അയ്യോ, കേരളത്തിൽ വികസനം ഉണ്ടാവും ഇല്ല, കേരളത്തിൽ വളർച്ച ഉണ്ടാവോ ഇല്ല, കേരളത്തിൽ എന്തെങ്കിലും പണി വേഗത്തിൽ നടക്കും, സമയനിഷ്ഠയിൽ നടക്കും, നടക്കല്ലേ പോടെ? സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവരൊക്കെ കൂടി കൂടിയിരിക്കും. കേരളത്തിലെ കുത്തെടുപ്പിളി ചാൻസ് കിട്ടിയാൽ കുത്തും. കേരളത്തിലെ സ്കൂളിൽ കുട്ടികളില്ല. കുടുങ്ങിയോ? ലോകത്തിന്റെ കുട്ടികളില്ല. ലോകത്ത് കുട്ടികളുണ്ടാ? ഇല്ലേ. 1% കുറവ് കുട്ടികളുടെ എണ്ണത്തിൽ വന്ന എന്താ GDP-യിൽ 1% കുറയും. അതതിന്റെ കണക്ക്. GDP-യിൽ 1% കുറയും. ഇപ്പൊ ലോകത്തിന്റെ പ്രത്യേകത എന്താ? കുട്ടികളില്ലാത്തതിന്റെ ഒരു GDP വളർച്ച കുറവുണ്ട്. 2, ഈ GDP വളർച്ചയിൽ കുറയുക മാത്രമല്ല,
പ്രൊഡക്ടിവിറ്റിയിൽ ഉൽപാദനക്ഷമത കുറയും. കാരണം പണിയെടുക്കുന്നവർക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക, ജോലി ചെയ്യുന്നവരുടെ വയസ്സ് കൂടി. ലോകത്ത് പെൻഷൻ പ്രായം വർദ്ധിച്ച് പിന്നെ ഈ ജോലി എടുക്കുന്നവരുടെ ഇപ്പോൾ ബാങ്കില് ബാങ്കിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ റിക്രൂട്ട്മെന്റ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റിക്രൂട്ട്മെന്റ് ഇല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയും. നമ്മുടെ ദേശാർപ്പിത ബാങ്കുകളൊക്കെ അനുഭവിച്ചാണത്. പുത്തൻ ജനറേഷൻ ബാങ്ക് വന്നപ്പോൾ അവിടുന്ന് 18, 20, 35 ചെക്കന്മാരിങ്ങനെ നടന്ന് പേടിയെടുക്കുമ്പോൾ അവിടെ 55 കിതച്ചാ കയറുന്നത്. മനസ്സിലായോ? ദേശാർപ്പിത ബാങ്കിലെ ജീവനക്കാരൻ കിതച്ച് കയറുമ്പോൾ മറ്റേ ഓടിക്കയറി ബിസിനസ് കൊണ്ട് പോയിരുന്നു ഇവിടെ. ഇപ്പൊ അതുകൊണ്ട് കുറച്ച് നിയമനം വന്ന്, അല്ലെങ്കിൽ നിയമനം ഉണ്ടാവില്ല, കുറച്ച് നിയമനം നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണ്ടേ? അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ചയുടെ ഒരു ഗുണമേന്മ എത്ര? ഇവര് കാണുന്ന എന്താ? കേരളത്തിന്റെ വളർച്ച ഇല്ലായ്മയാണ്. അപ്പോ തായട് ശങ്കരൻ 1964 കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ 64 കോത്താരി കമ്മീഷന്റെ കാലത്ത് 6,40,000 കുട്ടി ഇവിടെ സ്കൂളിൽ ചേരുന്നുണ്ട്. 64 ഇപ്പോഴോ 3,20,000. കുട്ടികളുടെ എണ്ണം എത്ര? നേരെ പകുതിയാ. നേരെ പകുതി കുട്ടികളുടെ സ്കൂളിൽ ചേർന്നാൽ പിന്നെ കോളേജിൽ ചേരാൻ കുട്ടി ഉണ്ടാവോ? കുട്ടികളുടെ എണ്ണം കുറഞ്ഞോണ്ടാട്ടാ. അത് എല്ലാ തലത്തിലും പ്രതിഫലിക്കൂലേ? കേരളം ഇപ്പൊ അങ്ങനെയില്ലേ? സീറോ ഗ്രോത്ത് അല്ലേ നമ്മുടെ പോപ്പുലേഷനില്? അതിന്റെ പരിമിതികളും ഉണ്ടാവില്ലേ? അത് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് കുത്ത് തന്നെയാണ്, ഓരോ ചാൻസിലിട്ട് കുത്തുക. കുട്ടികൾ പുറത്തേക്ക് പോയി കേരളത്തിൽ നിന്ന് പഠിക്കാൻ. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കുട്ടിയാണോ പുറത്തേക്ക് പോയത്? ആണോ? ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കുട്ടിയാണോ വിദേശത്തേക്ക് പോണത്? വിദേശത്തേക്ക് പോണെന്താ? മൈഗ്രേഷനാ. തൊഴിലിന് വേണ്ടിയുള്ള കുടിയേറ്റമാണ് വലിയ തോതിലുള്ള വിദേശ വിദ്യാഭ്യാസ പ്രക്രിയ. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർ, യൂറോപ്പിലേക്കൊക്കെ പോകുന്നവരൊക്കെ അവിടെ ഉന്നത ജോലി ചെയ്യാൻ പോവാ ആണോ? വലിയ തൊഴിൽ സ്കോപ്പ് അവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി കഴിഞ്ഞ വർഷം. യൂറോപ്യൻ രാജ്യത്ത് പോയി, ഒരു വീട്ടിൽ പോയി. രാവിലെ ആ വീട്ടുകാരൻ എന്നെ വിളിച്ചു, കൊണ്ടുപോയി വീട്ടിൽ ചെന്നു. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ഭാര്യ അകത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു ചായ കൊണ്ടുവരാൻ പോവാണെന്ന്. 2 പാത്രം ഇട്ടാ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പാത്രത്തിൽ ബിസ്ക്കറ്റും ഒരു പാത്രത്തിൽ ഒരു അണ്ടിപ്പരിപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചു. 2 പാത്രം ഇട്ട് വന്ന ഭാര്യ എന്താ ചെയ്ത്? അതിൽ 2 ബ്രഷ് എടുത്തു, എന്നിട്ടോ എന്നെ പൗഡർ ഇട്ടു. ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ പൗഡർ ഇട്ടുന്ന ആളല്ല. ഈ അനിയത്തി വന്ന് എന്നെ ഇങ്ങനെ പൗഡർ ഇട്ടുകൊണ്ടിരിക്കുക. ഭർത്താവ് അപ്പുറത്തിരിക്കുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അവർ പൗഡർ ഇട്ട് അകത്തേക്കാണ് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോടോ ഇത്? ഇവർക്ക് ജോലി ഒരു വയസ്സിനെ പരിചരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് അവരവിടെ ചെന്നാല് വയസ്സായ ആളുടെ വീട്ടിൽ ജോലിയുണ്ട്, വയസ്സിനെ പരിചരിക്കണം, കുളിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടണം. അപ്പോൾ അവര് അങ്ങനെ പൗഡറൊക്കെ ഇട്ട് നോക്കുന്ന വയസ്സിന്റെ ഏതാണ്ട് രൂപം എനിക്കുള്ളത് കൊണ്ട് എന്നൊന്ന് പൗഡർ ഇട്ടതാണ് എന്നാണ് ഭർത്താവിനോട് വിശദീകരിച്ച്. ഇവിടുന്ന് പോണേല് 5% ആൾക്കാര് ഇതല്ലേ ചെയ്യണത്. അറിയോ? അവനെന്റെ കുട്ടി ഇപ്പൊ നമ്മളെ ആൾക്കാർക്ക് ഇതൊരു രസമാണ്. മിഞ്ഞാന്ന് ഞാൻ തൃശ്ശൂർ കൂടി നടക്കാൻ പോകുമ്പോ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. ചേച്ചി എന്ന് പറഞ്ഞ രസം താഴെ സ്ത്രീ വേഗത്തിന് നടന്നു വരുന്നുണ്ട്. എന്നോട് ചിരിച്ചു. ചിരിച്ചാൽ പിന്നെ തിരിച്ചിരിക്കാൻ പറ്റൂല്ലോ. എങ്ങനെ പരിചയമുള്ള എനിക്ക് പരിചയമില്ല. ചിരിച്ചു. ചിരിച്ചിങ്ങനെ സംസാരിച്ചു. വർത്തമാനം മനസ്സിലായി. അപ്പോൾ ഉടനെ വേഗത്തിൽ നടക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അപ്പം ചോദിച്ചു, ഇവിടെ എന്താ സ്ഥിതി? ഞങ്ങൾ തൃശ്ശൂർക്കാരല്ല, ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഇവിടെ താമസാക്കിയിരിക്കുകയാണ്. എൻ്റെ വീട് വേറെ സ്ഥലത്താണ്, താമസാക്കിയിരിക്കുകയാണ്. കുട്ടികളുടെ സ്ഥിതി എന്താ? ഒരു കുട്ടി കാനഡയിലാണ്, മറ്റേ കുട്ടി പിന്നെ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അതിൻ്റെ സുഖമായിരിക്കും. അതേ, വളരെ സുഖമാണ്. ഈ കുട്ടികൾ 2ആൾക്കും കാനഡയിലും അവിടെയും പോയപ്പോൾ ഒരു 55-60 വയസ്സുകാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് വളരെ അഭിമാനപൂർവ്വമാണ്. എന്ത്? ഒരു കുട്ടി കാനഡയിൽ, ഒരു കുട്ടി ഓസ്ട്രേലിയയിൽ. ഇപ്പൊ വയസ്സ് 70 നോക്കാൻ ആരുമില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ആദ്യം വലിയ അഭിമാനത്തോടു കൂടിയാ പറഞ്ഞിരുന്നത്. കാരണം അന്ന് ഇവർക്ക് ആരോഗ്യ പ്രശ്നമില്ല. അന്ന് ആരോഗ്യ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ വയസ്സായി. കുട്ടിയുണ്ടോ? 2 വീട് ഇവിടെ ഉണ്ട്. കാനഡയിൽ ഒരു വീട് വാങ്ങി മരണം വരെ അടയ്ക്കണം. ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിയാലോ പിന്നെ തീരൂല. അടയ്ക്കാൻ പറ്റുമോ? അടച്ചു തീർക്കുമ്പോൾ പെൻഷനോ കൊണ്ട് പോരാൻ. മനസ്സിലായി നിങ്ങൾക്ക്? അമേരിക്കയിലൊക്കെ പോയാലേ ചെല്ലുമ്പോൾ ആദ്യം അപ്പാർട്ട്മെന്റ്, ആ അപ്പാർട്ട്മെന്റ് താമസാക്കി അതിന്റെ പൈസ വീട്ടിൽ തീടാനാവുമ്പോ ഏജൻസി വരും, അപ്പാർട്ട്മെന്റിന് വില ഇടും, ഒരു വില്ല കൊടുക്കും. അതിൻ്റെ അത് കൊടുത്ത് വീട്ടിൽ വരുമ്പോ ഏജൻസി വീണ്ടും വരും, ആ വില്ലയ്ക്ക് ഒരു വില കൊടുത്തിട്ട് ഒരു ഫാം ഹൗസ് കൊടുക്കും. അതിൻ്റെ അത് വീട്ടിൽ തീരുമ്പോഴേക്കിന് മരിക്കാനാവും. മനസ്സിലായോ? അപ്പോഴേക്കും ആള് കാര്യമാവാനായിട്ടുണ്ടാവും. മരിക്കണവരെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കലാ. നിങ്ങൾ ഇന്നിപ്പോ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ? കാറിന്റെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ? വീടിന്റെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ? കുട്ടീന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലേ? ഇൻസ്റ്റാൾമെന്റിന് പലിശ കൊടുക്കണ്ടേ? അല്ലേ? കിട്ടുന്ന വരുമാനത്തിൽ എത്ര ശതമാനം പലിശ കൊടുക്കണ്ടേ? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
മനസ്സിലായോ? അങ്ങനെ ആലോചിക്കുന്ന ആളുകളുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ പാവപ്പെട്ടവന്മാര് ഇത് പൈസ ഇങ്ങനെ പോണതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒറ്റ കൂട്ടരേ ഇവിടെ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകാരാ. ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ചിരിക്കുന്ന ആളുടെ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നത്. ആലോചിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? തകർച്ചയാണ്. ഈ തകർച്ച പൊതുവായ സാമൂഹ്യഘടനയുടേതാണെന്നും സാമൂഹ്യാവസ്ഥയുടേതാണെന്നും തിരിച്ചറിയാതെ ആ പൊതുവായ സംഗതികളെ മുഴുവൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. പൊതുവായ കാര്യങ്ങളില്ല ഇതെല്ലാം. നമുക്കാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവോ നാട് വിട്ടുപോകണം കുട്ടികളിന്? സമൂഹത്തിനുണ്ടാവോ? ലോകത്തിന്റെ പ്രത്യേകതകളാണത്. വിദേശത്തേക്ക് പോകുന്ന ചെറിയ കുട്ടികളുടെ എണ്ണത്തിൽ, സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനാ? അല്ല, ഉത്തർപ്രദേശിനാ. അവിടെ ആരാ ഭരിക്കുന്നത്? യോഗി ആദിത്യനാഥ്. രണ്ടാമത്തെ എവിടെയാ? ബീഹാറാ. അവിടെ ആരാ ഭരിക്കുന്നത്? നിതീഷ് കുമാർ. മൂന്നാമത്തെ എവിടെ? രാജസ്ഥാൻ. അവിടെ ആരാ ഭരിക്കുന്നത്? BJP. നാലാമത്തെ എവിടെ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. 5-ാം സ്ഥാനത്താ കേരളം. പറഞ്ഞിട്ടതൊന്നും ഇവിടുന്ന് മാത്രമേ പോണുള്ളൂ. കളവ് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടേ? ആഴ്ച കലക്കാണ്. ഇടതുപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാനാണ്. ഇടതുപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയ കളവിന്റെ നിർമ്മാണ ഫാക്ടറികളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നതും അപകടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നടക്കുന്നതാണ് പൊതുവായ ഇടതുപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പരിമിതികളെ, ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പരിമിതികളെ, വർഗീയത സൃഷ്ടിച്ചിരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ, എല്ലാത്തിനെയും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമത് വന്നതിന്റെ ഭാഗമായി മൂന്നാമതും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് വരാതിരിക്കാൻ വലിയ തോതിലുള്ള കളവുകളും വലിയ തോതിലുള്ള അപവാദ പ്രചരണങ്ങളും കേരള വിരുദ്ധമായ പ്രസ്താവനകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രചരണങ്ങളും ഒക്കെ നടത്തുകയാണ്. തീവ്ര വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, തീവ്ര ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എല്ലാ പുരോഗമനപരമായ മൂല്യബോധത്തെയും തകർക്കുകയാണ്. അത്തരം ഒരു ആപത്കരമായ അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനെയാണ് നമ്മൾ ഗൗരവപൂർവ്വം കണ്ടത്. വലിയ തോതിലാണ് കേരളത്തിലെ വലതുപക്ഷം, എല്ലാ തരത്തിലുമുള്ള വലതുപക്ഷം കേരളത്തിലെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഇപ്പോൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഒരു ഗ്രാൻഡ് അലയൻസ് ആണ് രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങ് RSS, അങ്ങേ തലക്കൽ മുതൽ കേന്ദ്ര ഗവൺമെന്റ് അപ്പുറത്ത് നിന്ന്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും അവഗണനയെ കുറിച്ച് ഇവർക്ക് പരാതി ഉണ്ടോ? വയനാട്ടിലേക്ക് ഒരു ഉറുപ്പ്യ തന്നില്ലെങ്കിൽ ഇവരെന്താ പറയുന്നത്? നേരത്തിന് കണക്ക് കൊടുത്തില്ലെന്ന്. കണക്ക് കൊടുത്തപ്പോ എന്താ പറഞ്ഞത്? ഇത് കള്ളക്കണക്കാണെന്ന്. ശ്രദ്ധിച്ചില്ലേ? കണക്ക് കൊടുത്തപ്പോ അയ്യോ കൂടുതൽ ചോദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചിട്ടില്ല, നേരത്തിന് ചോദിക്കാത്ത കാര്യം ഉണ്ടാവുമോ? നേരത്തിന് എപ്പോഴും ഈ കേന്ദ്രത്തിന്റെ സ്വഭാവങ്ങളൊക്കെ അറിയോ? ഒരു കത്തണ്ട് കൊണ്ടേ കൊടുത്താൽ അപ്പോൾ അവിടുന്ന് വിശദീകരണ കത്ത് വരും. അതിന്റെ ഒരു മറുപടി കൊടുത്താൽ അടുത്ത വിശദീകരണ കത്ത് വരും. അതിന്റെ മറുപടി കൊടുത്താൽ അടുത്ത വിശദീകരണ കത്ത് വരും. എപ്പോഴും ഒരു വിശദീകരണ കത്ത് ബാക്കിയുണ്ടാവും. മനസ്സിലായില്ലേ? കേന്ദ്രത്തിനെ ആ വിശദീകരണം കിട്ടാത്തോണ്ടാ തരാത്തത്. എവിടെ എന്നും വിശദീകരണ കത്ത് ബാക്കിയാ, അതുണ്ടല്ലോ അടുത്തയക്കും. പൈസ തരൂല, അതാ സ്ഥിരം പതിവല്ലേ. ആ ഭാഗത്തേക്ക് നോക്കൂല, തന്നില്ല, കൊടുത്തില്ല, ആ കുറ്റം പറയാണ്. ഇപ്പൊ നോക്കൂ, ഈ വിഷയത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷ നിലപാടെന്താ? ഇടതുപക്ഷ ഗവൺമെന്റ് കുറ്റപ്പെടുത്തുന്നതല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ വർഗീയത കൂട്ടുകെട്ട്, കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള നിശബ്ദത, ഇതെല്ലാം ഇവരിപ്പോ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കേവലം RSS വർഗീയത മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയത, വിശേഷിച്ച് UDF, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, SDPI കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രൂപപ്പെടുത്തിയ ഒരു വർഗീയതയാണത്. അത് പിന്നെ BJPയുമായിട്ട് ഹോബ്നോബിങ്, ബന്ധപ്പെടല്, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവര് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഒരു ഭാഗത്തൊരു ആശയ പരിസരം ഇടതുപക്ഷ വിരുദ്ധമായി, വേറൊരിടത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ല നേട്ടങ്ങളെ ദുർബലപ്പെടുത്തുകയും അപവാദ പ്രചരണം, മൂന്നാമതൊരിടത്ത് എല്ലാ തലത്തിലുമുള്ള വർഗീയവൽക്കരണം, ജാതിവൽക്കരണം. കേരളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലൂടെ നേടിയെടുത്ത മാനവികവും മാനുഷികവുമായ മുന്നേറ്റത്തിന്റെ, സാമൂഹ്യ തുല്യതയുടെ നന്മകളെ തച്ചു തകർക്കുന്ന ഒരു സമീപനവുമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ, പുരോഗമന വിരുദ്ധന്മാർ ഒരുമിച്ചിരിക്കുന്നു. അതിന്റെ രാഷ്ട്രീയ ചേരി രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനെ മാധ്യമ പ്രമാണിമാർ പിന്തുണക്കുന്നു. ആ നിലയിൽ അപകടകരമായ ഒരവസ്ഥ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവണം. അതുകൊണ്ട് തന്നെ ഏതൊത്തുചേരലിന്റെയും സന്ദേശം ഇതായിരിക്കണം: ഈ കേരളത്തിന്റെ ഇടതുപക്ഷ അടിത്തറയ്ക്ക് പോർലേൽക്കുന്ന ഒന്നും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല, എല്ലാത്തിനെയും പ്രതിരോധിച്ചു തോൽപ്പിക്കും എല്ലാ കടന്നാക്രമണങ്ങളെയും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കൂടിച്ചേരലുകളെ ഉണ്ടാവാൻ പാടുള്ളൂ കേരളത്തിൽ. വലിയ ഗൂഢാലോചനയാണ് 2 വർഷത്തേക്ക്. ഇനിതാ
അടുത്തത് മൂന്നാമത്തെ പഞ്ചായത്ത് അത് കഴിഞ്ഞാൽ അസംബ്ലി വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലേക്കുമുള്ള ഇടതുപക്ഷ വിരുദ്ധമായ ആശയപ്രചരണത്തിന്റെയും അപവാദത്തിന്റെയും കാര്യങ്ങൾ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്ന് വരുമ്പോ ആരും ഞെട്ടണ്ട, ഈ പട്ടികയിൽ പെട്ടതാണ് എന്നെല്ലാവരും തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ, അതിന്റെ തുടർ പ്രവർത്തനങ്ങളെ, ഇപ്പൊ നടത്തുന്ന മുൻകൈയിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ നല്ല പിന്തുണ കൊടുക്കുക. ഒരു തരം വർഗീയതക്കും ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം കേന്ദ്രത്തിന്റെ അവഗണനയും ഏകാധിപത്യവും പ്രവണതകളെയും ചെറുത്തു തോൽപ്പിക്കുക. ആ നിലയിലുള്ള വലിയ ജനകീയ മുന്നേറ്റത്തിന് കേരളം തയ്യാറെടുക്കുന്ന ഒരു സന്ദർഭമാണിത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരു വാചകം കൂട്ടിച്ചേർക്കാം. പാർട്ടി സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടി സമ്മേളനങ്ങളിൽ ഗൗരവപൂർവ്വം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കരുത്തുറ്റ ഒരു ഇടതുപക്ഷ അടിത്തറയുണ്ട് കേരളത്തിൽ. അതിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ, മികവാർന്ന തരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും ഐക്യത്തെ രൂപപ്പെടുത്താനും എല്ലാവരുടെയും പുരോഗതി ഉറപ്പാക്കാനും സാമൂഹ്യ തുല്യതയുടെ മേഖലയിൽ ഇന്ത്യയിലെ 1-ാം സ്ഥാനം എന്നത് ലോകോത്തരമാക്കാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഇപ്പോൾ അണിനിരന്നിട്ടുള്ളത്. ആ പ്രവർത്തനത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നാണ് വളരെ വിനയപൂർവമായ അഭ്യർത്ഥന എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ആ നിലയിൽ കേരളം നേടിയെടുത്ത വലിയ നേട്ടങ്ങളുടെ വേഗതയേറിയ വളർച്ചയ്ക്ക് വിധാനമൊരുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റത്തിന് അടിത്തറവാകാനും അതിനെ വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ ഈ സമ്മേളനത്തിന്റെ ചർച്ചകൾ കൂടുതൽ സഹായകരമാകും എന്ന വിശ്വാസം അടയാളപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.